1, 2, 3. Happy Valentine's Day! ഇന്ന് വാലന്റൈൻസ് ഡേ അല്ല, ഇന്ന് February 13 ആണ്. ഇന്ന് ഞങ്ങളിതാ റോങ്കുട്ടനും ഐറൂട്ടിക്കും സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് റെഡിയാക്കാൻ വന്നിരിക്കുക. നാളെ വാലന്റൈൻസ് ഡേ, അപ്പോൾ നാളെ ഇവരിത് സ്കൂളിൽ ഫ്രണ്ട്സിന് കൊണ്ട് കൊടുക്കും കേട്ടോ. പിന്നെ നാളെ കഴിഞ്ഞായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുക. പക്ഷെ എന്തായാലും ഞങ്ങളുടെ എല്ലാ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ റോണു ഐറു? ഓൾ സെറ്റ്? ആദ്യം എന്തൊക്കെയാണ് നമ്മൾ മേടിച്ചതെന്ന് ഇവരെ ഒന്ന് കാട്ടി കൊടുത്താലോ? ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ മേടിച്ചതെന്ന്? ആദ്യമേ നമ്മൾ കാർഡ്, നമ്മൾ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള കാർഡ്, ഇതിനകത്ത് നമ്മൾ പേരെഴുതൂ അല്ലേ, ഫ്രണ്ട്സിൻ്റെ നമ്മുടെയും. പിന്നെ ഇതാ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മാർക്കേഴ്സ് മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ മാർക്കർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റോങ്കുട്ടൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക ഇതിനടാ, ഹാർട്ട് ഷേപ്ഡ് ഗ്ലാസ്സസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. റോണുൻ്റെ സ്നേഹം എല്ലാവരെയും അറിയിക്കാൻ അല്ലേ റോണു? ഇത് പാഡിൽ ബോളാണ്. ഇത് ഐറൂട്ടിയുടെ ക്ലാസ്സിലേക്ക് മേടിച്ച, കാരണം ഇത് 4+ years ആണ്. അതുകൊണ്ട് ഞാനിത് ഐറൂട്ടിയുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന് കൊടുക്കാമെന്ന് വിചാരിച്ച് മേടിച്ചു. ഇനി ഇതൊക്കെ ഇടാൻ ഓരോ ബാഗ് വേണ്ടേതാ, ഇതാണ് കേട്ടോ ആ ബാഗ്. അപ്പോൾ ഇത് ഈ പ്രാവശ്യം ഞാനൊരു വെറൈറ്റിക്ക് ഹാർട്ട് ഷേപ്ഡ് ബാഗ്സ് ഒക്കെ മേടിച്ചു. വാലന്റൈൻ സ്പെഷ്യൽ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ ഓരോ ബാഗിൽ കൂടെ ആക്കാം. ആദ്യമേ പേരെഴുതാം അല്ലേ? തുടങ്ങാം. റെഡി? പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വിൽ കം ബാക്ക്. എങ്ങനെയാണ് റോണു എഴുതി കാണിച്ചേ? ഒരു ഹാർട്ട് വരച്ചിട്ട് ഫ്രം ഏവൻ. നമ്മൾ പേരെഴുതണ്ടെന്ന് വെച്ചു. പേരെഴുതുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും, ആർക്ക് ഏത് ബാഗാണ് കൊടുക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഐറൂട്ടിയും അങ്ങനെ തന്നെ. ഐറൂട്ടി ആണെങ്കിൽ ഒരു കുട്ടി ഹാർട്ട് വരച്ചിട്ട് ഐറീൻ എഴുതും. കുട്ടിക്ക് ഫ്രം എഴുതാൻ അറിയില്ലാത്തത് കൊണ്ട് ഞാൻ എഴുതി കൊടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞതെല്ലാം ഞങ്ങളിതാ ഓരോ എൻവെലപ്പൊക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ. ഒട്ടിക്കുന്നൊന്നുമില്ല, കാരണം കുട്ടികളല്ലേ, നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം റോങ്കുട്ടിൻ്റെ ക്ലാസ്സിൽ 29 kids ഉണ്ട്, ഇവളുടെ ക്ലാസ്സിൽ 16 ഉള്ളൂ. അമ്മ ഐറൂട്ടിയുടെ പാക്കറ്റ്സ് ചെയ്യാം നമുക്കിനി. ചേട്ടാ ഇത് എഴുതി തീരുമ്പോഴത്തേക്കും നമുക്കിത് പൊട്ടിക്കാന്നാ. ഇത് ഇങ്ങനെ ഓരോന്നും കെയർഫുള്ളി പറിച്ചെടുത്ത് this അമ്മ will do. അമ്മയ്ക്ക് പേടി, ഇത് പോയി കഴിഞ്ഞാൽ പോയി, നമുക്ക് കെട്ടാൻ പറ്റൂല പിന്നെ. These are the ties that we tie the bags. Oh my gosh, it's scented baby, that's why. I thought for real. Oh. Wait, I'm chewing. That the other smell is the pen. Aruti oru bagilekku 1 by 1 edutida. Take 1 marker, 1 paddle ball, 1 envelope and 1 sticker from it. Just take 1 box and put it in there because inside the sticker. Thank you, Aero. Now we are gonna tie it. Amma will tie it because you can't, right? I don't even know what to do. Yeah, that's why Amma said Amma will tie it for you. I don't like to eat. There we go. So you're gonna give this Valentine gift to your friends. And right? Put it in a pile. റോങ്കുട്ടൻ്റെ ഐറൂട്ടിയുടെയും സ്കൂളിൽ ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ, അതായത് വാലന്റൈൻസ് ഡേ, ക്രിസ്മസ്, അതേപോലെ തന്നെ ഈസ്റ്റർ, ഇതിനെല്ലാം നമ്മളിങ്ങനെ ഓരോ പാക്കറ്റിൽ ആക്കി ഓരോന്ന് കൊടുത്തു വിടണം കേട്ടോ. ഇതിങ്ങനെ ഓരോ തവണയും കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഡോളറാമേന്നാണ് കൂടുതലും ഇതുപോലത്തെ കുട്ടി ടോയ്സ് ഒക്കെ മേടിക്കാം. വാൾമാർട്ടിലോ അല്ലെങ്കിൽ അല്ലാത്ത കടകളിലേക്കൂടെ ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പൈസയാവും, പ്ലസ് ഈ കുട്ടികൾ ഇതൊക്കെ ഒരു എന്താ പറയുക, ഓരോ സന്തോഷം, അത്ര തന്നെ ഉള്ളൂ. റോങ്കുട്ടിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോങ്കുട്ടിൻ്റെ ബാഗ്സും നമുക്ക് ഇതേപോലെ പാക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ഐറൂട്ടിയുടെ ഓൾമോസ്റ്റ് ഡൺ ആവും. സോ പിന്നെ റോങ്കുട്ടിൻ്റെ കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാളെ ഫ്രണ്ട്സിന് വാലന്റൈൻസ് ഗിഫ്റ്റ്സ് കൊണ്ട് കൊടുക്കും. ഇതേപോലെ ഇവരുടെ ഫ്രണ്ട്സും ഇതേപോലെയൊക്കെ തന്നെ ഓരോന്ന് കൊണ്ടുവരും കേട്ടോ. ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും റോങ്കുണ്ട്. നാളെ എന്തൊക്കെ ആയിരിക്കും റോങ്കുണ്ട് കിട്ടാൻ പോണേന്ന് ഓർത്തിട്ട് എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ. നമുക്കപ്പോൾ ഐറൂട്ടിയുടെ 16 kidsന്റെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഐറൂട്ടി ഇനി ഫ്രീ ആയി അല്ലേ ഐറു? ഈ ചേട്ടയുടെ നമുക്ക് പാക്ക് ചെയ്യണം അല്ലേ? ഇവര് രണ്ടുപേരും നാളെ വരുമ്പോ
ഒരു ഇന്ന സഞ്ചിയായിട്ട് വരും, ഒരു ലോഡ് സഞ്ചിയായിട്ട് വരും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും ഇതേപോലത്തെ. പൊതുവേ ഡോളറാമ തന്നെ എല്ലാവരും ചൂസ് ചെയ്യുന്നത്, കാരണം ഇത്രയും കുട്ടികൾക്ക് എല്ലാ പ്രാവശ്യം മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ ആരും മുടക്കില്ലല്ലോ. അങ്ങനെ 2 കാർഡോടെ കഴിഞ്ഞാൽ റോണുവിൻ്റെ പരിപാടി കഴിയും. നമുക്ക് പിന്നെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പം. One in each, right? Yes, please. I want to do it myself. റോങ്ങുണ്ണും ഒരു ഗ്ലാസ് വെച്ചോ, ആരൂട്ടി ഒരു ഗ്ലാസ് വെച്ചോണ്ട് ചെയ്തോ. So you will be more I'm ready for fire. funny. ഇതിപ്പോ ആരൂന്റെ ഇതിലേക്ക് ഇട്ടേരാം അമ്മ. അവിടെ വെച്ചോ, അതിനകത്ത് വെച്ചോ, അടിയിൽ വെച്ചോ. It's easy for you. All red for her. I took white. Let me see if it fits me. Yeah, because you It have... just fits me. 2 പേരും 3 പേരും ഇങ്ങനെ വന്നേ, നമ്മൾ 3 പേരും ഇങ്ങനെ നിന്നേ. We're not taking a photo, silly. We can. നമ്മൾ ഉപയോഗിച്ച ഗ്ലാസ് അവിടെ വെച്ചേരും കേട്ടോ, അത് കൊടുക്കണ്ട. Oh, then I'll put this. That means we can keep it? Yay! ആരൂട്ടി ചേട്ടനെ ഹെൽപ്പ് ചെയ്യുവാണോ? Yes, give me one sticker. Last one. Yeah, the last one. And the last one of me. There is no more of you. Finished! അപ്പോൾ ഞങ്ങളുടെ പാക്കിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു. നല്ല അടിപൊളിയായി. റോങ്കുട്ടിന് 29 എണ്ണവും ആരൂട്ടിക്ക് 16 എണ്ണവും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഇവരിത് സ്കൂളിലേക്ക് കൊണ്ടുപോയി ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് വൈകിട്ട് വന്നിട്ടുള്ള റെസ്പോൺസാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ Like, share, subscribe. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ഓക്കെ, റോങ്കുട്ടൻ്റെ പാക്ക് ചെയ്യാനുള്ള ബാഗ് എന്നാ, ആരൂട്ടിയുടെ ബാഗ് ഇന്നാ. പാക്കിംഗ് സ്റ്റാർട്ട് നൗ.